സുഖമാണ് ദൈവമേ മാറ്റിയെടുക്കേണ്ടത്. കുളിക്കണമെന്ന് നല്ല സുന്ദരിയായിട്ട് മേക്കപ്പ് ചെയ്യണം. മുടി ഉണക്കി തരാം. പക്ഷെ എന്റെ കൈ കൊണ്ട് എനിക്ക് സമയം ഉണ്ടായിടാ ചക്കര, അല്ലാതെ വേറെ എനിക്ക് എന്ത് വേണേലും ചെയ്യാം. പറഞ്ഞോ? ഞാൻ കുളിക്കാൻ പോവുകയാണ്. കുളിക്കാത്ത ജീവിയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ 3 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുളിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ നമ്മുടെ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള റെഡിയാകലാണ് കേട്ടോ. അപ്പോൾ റെഡിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മളൊരു 12 മണിയായപ്പം, അതായത് ഉച്ചയ്ക്ക് 12 മണിയായപ്പം നമ്മൾ റെഡിയാകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് റിലാക്സ് ആയിട്ടിരുന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് പോയത്. അപ്പോൾ ഈവനിങ് ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ ഇതേ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള ഫുഡൊക്കെ ആയിട്ട് എൻ്റെ അങ്കിളാണ് കേട്ടോ ഇത്. അപ്പോൾ ആൾ ഇതേ ഫുഡൊക്കെ കൊണ്ട് വന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഫുഡൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബോൾഡ് ആൻഡ് ബ്യൂട്ടി സലൂൺ എന്നാണ്. അടിപൊളിയായിരുന്നു. എനിക്ക് എൻ്റെ 3 ദിവസത്തെ ലുക്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ കുറേ ആൾക്കാർ അടിപൊളിയാണെന്ന് പറഞ്ഞൊരു മേക്കപ്പ് സ്റ്റൈലും ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും, സത്യമായിട്ടും നിങ്ങൾ ഞെട്ടും. കാരണം ഈ ഡ്രസ്സ് ഞാൻ വെറും 1000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. നമ്മുടെ മീഷോ എന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യമേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ലെഹങ്ക കാര്യങ്ങൾ 5000 6000 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റ ഒരു പിടിവാശിക്കാണ് ഞാനിത് വാങ്ങിച്ചപ്പോൾ എല്ലാവരും വഴക്ക് പറഞ്ഞു. പക്ഷേ ഒരുങ്ങി ഇട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അടിപൊളിയാന്ന് പറഞ്ഞു. എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര അല്ല ഒന്ന് ഇത് ഇന്ന് അതല്ലെങ്കിൽ നാളെ ഇത് എനിക്ക് സെൻറ്ററാണ് ഇഷ്ടം. സെൻറ്റർ ഇഷ്ടപ്പെട്ടത്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞാണ് ഇങ്ങനെ 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 കാണാൻ പറ്റുന്ന പോലെ. അപ്പോൾ ഇങ്ങോട്ട് നിനക്ക് തിരിച്ചെടുക്കാം ഒറ്റ ഒറ്റയായിട്ട്. ഇന്നലെ നമ്മൾ കെട്ടിയതിൻ്റെ സൈഡിലോട്ട് ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ആളെല്ലാം ചോദിച്ചിട്ടാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെല്ലാം എങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഡ്രസ്സ് ഭയങ്കര കംഫർട്ടായിരുന്നു. എനിക്ക് ഡാൻസ് കളിക്കാൻ ഞങ്ങൾ രാത്രി 1 മണി വരെ ഞങ്ങൾ അന്ന് ഡാൻസ് കളിച്ചു കേട്ടോ. ഉറങ്ങിയിട്ടില്ല, ഒരു ശകലം പോലും കല്യാണത്തിന് ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഫൈനലി ഞാൻ ആ ഡ്രസ്സിൻ്റെ ലുക്ക് കാണിക്കാം കേട്ടോ. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അടിപൊളി ഡ്രസ്സായിരുന്നു. അതുപോലെ തന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ആഭരണവും എല്ലാം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മേക്കപ്പായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ദേ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ട എൻ്റെ മേക്കപ്പായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും അടിപൊളിയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ ഹെയർ ഞങ്ങൾ വേറൊരു സ്റ്റൈലൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ചേരാതെ വന്നപ്പോൾ ആൾ തന്നെ എനിക്ക് വേറൊരു സ്റ്റൈല് സജസ്റ്റ് ചെയ്തു കേട്ടോ. ഇതെൻ്റെ ചിറ്റേൻ്റെ കൊച്ചാണ് കേട്ടോ. അവളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഫൈനൽ ലുക്കിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ തന്നെ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ക്യാമറയിൽ ഫ്രണ്ട് ക്യാമിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദേ ഇങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ ഇതിലേക്ക് വന്നു കേട്ടോ. ലിപ്സ്റ്റിക്കും പിന്നെ ഒരു പൊട്ടും കൂടെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ എനിക്ക് പൊട്ട് വെക്കുകയായിരുന്നു. നമ്മൾ ഫാമിലിയൊക്കെ 2 ദിവസം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് 5 ദിവസത്തെ കല്യാണം മതിയായിരുന്നു എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആദ്യമേ ഒരു പ്ലാൻ അതായിരുന്നു കേട്ടോ. 5 days വെഡ്ഡിങ് വെക്കണമെന്നായിരുന്നു. 5 ദിവസം വെച്ചു, 3 ദിവസം വെച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ കുറേ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ കുറേ കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ
ഞാൻ ഏറ്റവും ലോ ബഡ്ജറ്റ് തന്നെയാണ് കേട്ടോ നോക്കി വാങ്ങിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് ദാണ്ട് എൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തി. ഇനി ഒരു ഓവർ കോട്ടും കൂടെ ഉണ്ട് കേട്ടോ ഈ ഡ്രസ്സിന് ഒരു ഓവർ കോട്ടും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ഡ്രസ്സായിരുന്നു, എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. ഒരു വെയിറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ മീഷോ അഡിക്റ്റ് തന്നെയാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് വരെ ഞാൻ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഈ ഡ്രസ്സിലെടുത്ത എൻ്റെ ഫോട്ടോസാണ് കേട്ടോ. ഞാനത് നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, കാണാത്തവരൊന്ന് കയറി കാണാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്തായാലും എൻ്റെ മൈലാഞ്ചി ഫുൾ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും.